എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ 2 ദിവസത്തെ അവധിയൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും നാളെ മാർക്കറ്റിലേക്ക് പ്രവേശിക്കാനിരിക്കുകയാണ്. വളരെയധികം ആഹ്ലാദകരമായ ഒരു ആഴ്ചയായിരുന്നു നമ്മിൽ നിന്ന് പിന്നിട്ടത്. ആദ്യമായിട്ട് എനിക്ക് ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകരോട് പറയാനുള്ളത്, നിങ്ങൾ ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ ഇതുവരെ ജോയിൻ ചെയ്തില്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുണ്ട്, ജോയിൻ ചെയ്യാം. അവിടെ ഒരു ട്രേഡറാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പല കാര്യങ്ങളും അതിൽ വരുന്നതാണ്. ഓക്കെ, കൂടുതൽ അതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയുന്നില്ല. ഏതായിരുന്നാലും മാർക്കറ്റിലേക്ക് വരുമ്പോൾ നമ്മൾ പ്രീവിയസ് വീക്കിൽ അതിശക്തമായ ഒരു റാലിയാണ് കാണാൻ കഴിഞ്ഞത്, അല്ലേ? വ്യാപാര പിരിമുറുക്കം വർദ്ധിക്കുന്ന സമയത്താണ് ഈ കഴിഞ്ഞ ആഴ്ച നമ്മുടെ മാർക്കറ്റിൽ ഇത്തരത്തിലുള്ള ഒരു റാലി വരുന്നത് എന്നത് ശ്രദ്ധേയമാണ്. 2 ഇൻഡെക്സുകളും കഴിഞ്ഞ ആഴ്ച ശരാശരി 4.3% ഉയർന്നത്. കഴിഞ്ഞ 4 വർഷത്തിനിടയിലെ മികച്ച വീക്ക്ലി പെർഫോമൻസാണ്. അതുപോലെ തന്നെ ഗുഡ് ബൈയിങ് പ്രഷർ മാർക്കറ്റിൽ കണ്ടതിൻ്റെ ഒരു സൂചനയുമാണ് അത്. നിഫ്റ്റി 4.26% അഥവാ 953 പോയിൻ്റ് ഉയർന്ന് 23,350 സെൻസെക്സ് ആണെങ്കിൽ 4.17% അഥവാ 3076 പോയിൻ്റ് ഉയർന്ന് 76,905 എന്ന ലെവലിലുമെത്തി ഇപ്പോൾ നിൽക്കുകയാണ്. ഇനി ഏപ്രിൽ 2 റെസിപ്രോക്കൽ താരിഫുകൾ കൂടെ ആരംഭിക്കുമ്പോൾ കൂടുതൽ മുകളിലേക്ക് പോകും എന്ന് തന്നെയാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത്, അല്ലേ? ഇനി നിഫ്റ്റി താഴേക്ക് വരികയാണെങ്കിൽ അതിൻ്റെ സപ്പോർട്ട് 23,000-ലും 22,800 സോണുകളിലും ഇമ്മീഡിയറ്റ് ആയിട്ട് നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ 23,333, 23,500 സോണുകളിലേക്ക് ഉയരാൻ 23,000-ന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. ആ സസ്റ്റെയിൻ ചെയ്യുന്ന സമയം, അതേസമയം സപ്പോർട്ട് 23,000-വും പിന്നെ 22,800 സോണുകളിലും നമുക്ക് കാണാനും കഴിയുന്നുണ്ട്. അപ്പോൾ 22,800-നും താഴെ ക്ലോസ് ചെയ്താൽ മാത്രമേ ഇനി താഴത്തേക്ക് വരാനുള്ള സാധ്യതകൾ നമുക്ക് നിഫ്റ്റിയിൽ കാണാനുള്ളൂ. നിഫ്റ്റി എന്ന് പറയുന്നത് മൊത്തത്തിലുള്ള, അതായത് നമ്മുടെ മാർക്കറ്റിനെ ബേസ് ചെയ്ത് നിഫ്റ്റിയും സെൻസെക്സുമാണല്ലോ. ബാക്കി അതിൻ്റെയൊക്കെ ബ്രോഡർ ഇൻഡെക്സുകളാണ് മിഡ് ക്യാപ്പ്, സ്മാൾ ക്യാപ്പ്, അങ്ങനെയുള്ള കുറേ ഇൻഡെക്സുകൾ. അപ്പോൾ 22,800 എന്നുള്ള ഒരു സ്ട്രോങ് സപ്പോർട്ട് ലെവലുകൾ, ഇമ്മീഡിയറ്റ് സപ്പോർട്ടാണ് അതൊക്കെ. 23,000-വും 22,800-ഉം ഇമ്മീഡിയറ്റ് സപ്പോർട്ടാണ്. ഓക്കെ, അത് നമ്മൾ വാച്ച് ചെയ്യും. ഈ വർഷം റെക്കോർഡ് ഇട്ടിട്ടാണ് ആഗോള ഫണ്ടുകൾ, ഗ്ലോബൽ ഫണ്ടുകൾ പുറത്തേക്ക് ഒഴുകിയത്. കഴിഞ്ഞ ആഴ്ച പ്രത്യേകിച്ച് ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയും ക്യാഷ് മാർക്കറ്റിൽ നെറ്റ് ബൈ ചെയ്ത് തിരിച്ചു വരുന്നതാണ് ആ പണം മുഴുവൻ നമ്മൾ കണ്ടത്, അല്ലേ? ചൊവ്വാഴ്ച ഈ FIIകൾ 1,462 കോടിയുടെ സ്റ്റോക്കുകൾ വാങ്ങിയപ്പോൾ വ്യാഴാഴ്ച അവർ 3,239 കോടിയുടെ നെറ്റ് ബൈയിങ്ങാണ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ FIers 2025 ഇതുവരെ 1.4 ലക്ഷം കോടി രൂപയുടെ സെല്ലിംഗാണ് നടത്തിയിരിക്കുന്നത്. എന്നിരുന്നാലും നമ്മുടെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് വർഷത്തിൽ ഓരോ ഇടിവിലും ബയ്യിങ് നടത്തി ഡിപ്പെൻഡ് ചെയ്ത് മാർക്കറ്റിനെ വല്ലാതെ താഴോട്ട് പോകാതെ പിടിച്ചു നിർത്തുകയും ചെയ്തിട്ടുണ്ട്. 2 ദിവസത്തിനുള്ളിൽ FIers ക്യാഷ് മാർക്കറ്റിൽ നടത്തിയ ബയ്യിങ്ങാണ് റാലിയുടെ പ്രധാന ഘടകം എന്ന് നമുക്ക് തറപ്പിച്ച് പറയാൻ കഴിയും. കാരണം കഴിഞ്ഞ ആഴ്ച ചൈന മാർക്കറ്റ് ഷാങ്സൻ 1% കൂടുതൽ ഇടിവാണ് നേരിട്ടത്. ആ ഇടിവിനുള്ള കാരണം ഞാൻ പറയാം. എന്നാൽ വാർഷിക കണക്ക് നോക്കുകയാണെങ്കിൽ 44% റിട്ടേണാണ് ഈ ചൈന മാർക്കറ്റ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഇയർ ടു ഇയർ 0% റിട്ടേണാണ് നൽകിയത്. അതായത് വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ 2024 മാർച്ച് 13-ന് 22,335 എന്ന ലെവലിലായിരുന്നു നിഫ്റ്റി. ഈ വർഷം 2025 മാർച്ച് 13 നിഫ്റ്റി കഴിഞ്ഞ വർഷം ക്ലോസ് ചെയ്തിരിക്കുന്ന ആ സെയിം ലെവലിലാണ് ഈ കഴിഞ്ഞ ആഴ്ച മാർച്ച് 12-യും വന്ന് നിന്നത്. എന്നാൽ ചൈനയുടെ ഹാങ്സെങ് 44% റിട്ടേണാണ് നൽകിയത്. അപ്പോൾ മനസ്സിലായില്ലേ, നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഈ കണ്ട സെല്ലിങ് മുഴുവൻ നടത്തിയിട്ട് ചൈനയിലാണ് ഈ FIers കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്തത് എന്നതിനുള്ള ഒരു പൂർണ്ണ ഉദാഹരണമാണത്.
അതേസമയം കഴിഞ്ഞ ആഴ്ച നമ്മുടെ മാർക്കറ്റ് 3% ഉയർന്നപ്പോൾ, കഴിഞ്ഞ ആഴ്ച 3% ഉയർന്നപ്പോൾ ചൈന മാർക്കറ്റ് 1% ഇടിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം നമുക്ക് FISൻ്റെ ഈ ട്രേഡിംഗ് ശൈലി മനസ്സിലായില്ലേ? നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ FIS സ്ട്രോങ് ബയ്യിങ് നടത്തിയാൽ മാത്രമേ മാർക്കറ്റ് മുകളിലേക്ക് പോവുള്ളൂ. അല്ലാത്ത പക്ഷം FIS ഈ നെറ്റ് സെല്ലിംഗ് നിർത്തണം. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയുടെ ആദ്യത്തിൽ നെറ്റ് സെല്ലിംഗ് അവർ നിർത്തിയിരുന്നു, വളരെ കുറച്ചാണ് ചെയ്തിരുന്നത്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റാണ്, ഒരു റിഫ്ലക്റ്റാണ് നമുക്ക് കഴിഞ്ഞ ആഴ്ചയിൽ തിങ്കൾ ദിവസങ്ങളിൽ ആദ്യ ദിവസങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ ടോട്ടലി പറയുകയാണെങ്കിൽ ഒന്നുമില്ലെങ്കിൽ FIS സെല്ലിംഗ് നിർത്തണം. അപ്പോൾ നമ്മുടെ DIS ബയ്യിങ് ആകുമ്പോൾ മാർക്കറ്റ് മുകളിലേക്ക് വരും. അല്ലെങ്കിൽ DIS ബയ്യിങ്ങോ സെല്ലിങ്ങോ ആയിക്കോട്ടെ, പക്ഷേ FIS അതിശക്തമായ ബയ്യിങ്ങാണ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക. അപ്പോൾ മാർക്കറ്റ് ക്രമേണ ഉയരങ്ങളിലേക്ക് വരികയും ചെയ്യും. ഏതായിരുന്നാലും നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് FIS തിരിച്ചു വന്നതായിട്ടുള്ള ചെറിയ സൂചനകളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഫെബ്രുവരിയിൽ ഇന്ത്യയുടെ റീറ്റെയിൽ ഇൻഫ്ലേഷൻ 7 മാസത്തെ ഏറ്റവും താഴ്ന്ന നിരക്കായ 3.61% താഴ്ന്നു. ഇത് മറ്റൊരു റീപ്പോ നിരക്ക് കുറയ്ക്കുമെന്ന പ്രതീക്ഷയും നൽകുന്നുണ്ട്. അതേസമയം ജനുവരിയിലെ ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ, അതായത് IIP കണക്കുകൾ പ്രകാരം ഫാക്ടറി ഉൽപ്പാദന വളർച്ച ഡിസംബറിലെ 3.54% നിന്ന് 8 മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കായ 5.01% ഉയർന്നിട്ടുണ്ട്. US ഫെഡറൽ റിസർവ് ചെയർമാൻ ജെറോം പവൽ ഈ വർഷം കൂടുതൽ നിരക്ക്, അതായത് 2 തവണ നിരക്ക് കുറയ്ക്കുമെന്ന സൂചന നൽകിയിട്ടുമുണ്ട്. ഈ കാര്യങ്ങളുടെയെല്ലാം റിഫ്ലക്റ്റ് എന്നോണം നമ്മുടെ സ്റ്റോക്ക് പ്രൈസുകളൊക്കെ ഉയർന്നതോടെ ഇന്ത്യൻ മാർക്കറ്റും ആഗോള മാർക്കറ്റുകളിൽ നിന്ന് ഉത്തേജനം നേടി എന്നതാണ് ചുരുക്കം. കൂടാതെ US-ഉമായുള്ള വ്യാപാര യുദ്ധത്തിൽ നിന്ന് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കുറഞ്ഞ സ്വാധീനമാണ് കാണുന്നത്. വ്യാപാര യുദ്ധത്തിൽ ഇന്ത്യക്ക് വളരെ ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാവില്ല. കാരണം ഇന്ത്യയുടെ എക്സ്പോർട്ട് താരിഫ് പ്രശ്നത്തോട് വളരെ സെൻസിറ്റീവ് അല്ല എന്നത് തന്നെയാണ്. അമേരിക്കയിലെ ഈ മാന്ദ്യം നേരിടുന്നതിനായി കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് മുഖ്യ പലിശ നിരക്ക് ഈ വർഷം 2 തവണ കുറയ്ക്കുമെന്ന് വ്യക്തമാക്കിയതാണ് ഇന്ത്യയിലേക്കുള്ള പണമൊഴുക്ക് കൂടാനുള്ള മറ്റൊരു കാരണം പറഞ്ഞല്ലോ. അതേസമയം ഫെഡറൽ റിസർവ് തീരുമാനം അമേരിക്കൻ ബോണ്ടുകളുടെയും ഡോളറിൻ്റെയും മൂല്യ ഇടിവിന് കാരണമാകുന്നതിനാലാണ് ഈ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ, അതായത് FIS ഇന്ത്യ ഉൾപ്പെടെയുള്ള മറ്റുള്ള മാർക്കുകളിൽ നിക്ഷേപം വർദ്ധിപ്പിക്കുന്നത്. അവർ മടങ്ങിയെത്തിയതോടെ ഇനി ഡോളറിനെതിരെ രൂപയുടെ മൂല്യവും കൂടി. ഒരു മാസത്തിനിടയിലെ ഏറ്റവും മികച്ച പ്രകടനമാണ് രൂപ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച കാഴ്ചവെച്ചത്. 39 പൈസയുടെ നേട്ടവുമായി 85.97 അവസാനിച്ചത്. 4 ദിവസത്തിനിടെ രൂപയുടെ മൂല്യത്തിൽ 160 പൈസയുടെ വർധനയാണ് ഉണ്ടായത്. മറ്റൊരു കാര്യം, അതായത് FIS തിരിച്ച് വന്ന് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള മറ്റൊരു കാര്യം, കഴിഞ്ഞ ദിവസങ്ങളിലും ആഴ്ചകളിലൊക്കെ ഉണ്ടായ ഇടിവ് ലാർജ് ക്യാപ്പ് സ്റ്റോക്കുകളിൽ വാല്യുവേഷൻ അനുകൂലമാക്കിയിട്ടുണ്ട്. അതും വിദേശ നിക്ഷേപകരെ കൂടുതൽ ഇന്ത്യൻ വിപണിയിലേക്ക് ആകർഷിച്ചു എന്നാണ് കരുതുന്നത്. തുടർച്ചയായ 8ാമത്തെ ദിവസവും ഇന്ത്യൻ രൂപ നേട്ടം തുടരുന്നത് അവരുടെ വിൽപ്പന കുറയ്ക്കാനും സഹായിച്ചിട്ടുണ്ട്. ഇനി വരുന്ന ആഴ്ച മാർക്കറ്റിനെ സഹായിക്കുന്ന ഒരു പോസിറ്റീവ് ഘടകം എന്ന് പറയുന്നത് ഈ ലാർജ് ക്യാപ്പ് സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ട് എന്നുള്ളതാണ്. അത് ഈ വരുന്ന ദിവസങ്ങളിലും നമ്മുടെ മാർക്കറ്റ് റാലി തുടരാനുള്ള സാധ്യത കാണിക്കുകയാണ്. അതേപോലെ റിസർവ് ബാങ്ക് അടുത്ത മാസം റീപ്പോ നിരക്ക് കുറയ്ക്കുമെന്ന പ്രതീക്ഷയും FISന് നമ്മുടെ മാർക്കറ്റിൽ തുടരാനുള്ള പ്രചോദനം നൽകും എന്നുമൊക്കെ തന്നെയാണ് നമ്മൾ കരുതുന്നത്. ഏതായിരുന്നാലും അവർ മാർക്കറ്റിൽ തുടരുകയാണെങ്കിൽ നമ്മുടെ മാർക്കറ്റ് വീണ്ടും ആ ഒരു പഴയ പ്രതാപത്തിലേക്ക് ഉടൻ തന്നെ തിരിച്ചു വരും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇനി നമുക്ക് ചാർട്ടിലേക്ക് വരാം. നിഫ്റ്റിയുടെ ചാർട്ടാണിത്. നമ്മൾ 1 ഡേ ടൈം ഫ്രെയിമിൽ നമ്മൾ നേരത്തെ വരച്ച ഒരു ലൈനായിരുന്നു ഇത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഏരിയ, അതായത് ഈ ഒരു ട്രെൻഡ് ലൈനിനെ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് മുകളിലേക്ക് പോകാനുള്ള ടെൻഡൻസി കൂടുതലാണ് എന്നാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നത്. ഇപ്പോൾ നമുക്ക് ഇവിടെ ഡേ ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ 2 ദിവസത്തെ
ക്യാൻഡിൽ പുറത്താണ് നിൽക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് ഇനി നെക്സ്റ്റ് റെസിസ്റ്റൻസ്, അതായത് ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 23,750 വൺ ഡേ ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ. അതിന് മുന്നേ ചെറിയ ഒരു റെസിസ്റ്റൻസ് നമുക്കിവിടെ കാണാൻ കഴിയും. അത് 23,421 എന്നുള്ള ലെവലാണ്. ആ റെസിസ്റ്റൻസ് എടുത്തിട്ടാണ് കഴിഞ്ഞ ദിവസം, അതായത് വെള്ളിയാഴ്ച മാർക്കറ്റ്, അതായത് 23,402 വരെ പോയിട്ട് നമ്മുടെ ഈ ഒരു ചെറിയ റെസിസ്റ്റൻസ് 23,420 അപ്പോൾ അതിനടുത്ത് പോയി ഏകദേശം ഒരു 10-15 പോയിൻ്റ് എന്നൊക്കെ പറയുന്നത് വലിയ ഇതല്ലല്ലോ ഡേ ക്യാൻഡലിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഇത് നാളെ തിങ്കളാഴ്ച ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആണെങ്കിൽ നെക്സ്റ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് പിന്നെ ഒരു ചെറിയ രൂപത്തിൽ ഇതാണ് 23,640. ഓക്കെ, 23,640 കഴിഞ്ഞാൽ 23,750. അപ്പോൾ നേരത്തെ പറഞ്ഞ രൂപത്തിൽ ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ട് നമുക്ക് 23,000. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ട്രെൻഡ് ലൈനിലെ ബോട്ടം. അപ്പോൾ അതിനും താഴെ വരികയാണെങ്കിൽ പിന്നെ അടുത്തത് ഇവിടെ താങ്ങി നിർത്തും 22,800 ലെവൽ. ഇവിടെ താങ്ങി നിർത്തും നിഫ്റ്റി. അതിനും താഴെ വന്നാലാണ് ഇനി നമുക്ക് പേടിക്കേണ്ട ആവശ്യമുള്ളൂ. പക്ഷേ അങ്ങനെ വരാനുള്ള സാധ്യത ഇനി ഇല്ല കൂടുതലും. കാരണം FISന്റെ ഇടപെടലുകൾ മാർക്കറ്റിനെ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് തന്നെയാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊക്കെ ഇപ്പോഴും നല്ല സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. പക്ഷേ ഇപ്പോഴും നെഗറ്റീവായിട്ട് തുടരുന്നത് ട്രംപിൻ്റെ താരിഫ് നയങ്ങൾ അതൊന്ന്, പിന്നെ ആഗോള അനിശ്ചിതത്വങ്ങൾ അതൊന്ന്. ആഗോള അനിശ്ചിതത്വങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ യുക്രൈൻ സംബന്ധമായിട്ടുള്ള വാറും അതുപോലെ ഫലസ്തീൻ എന്നുള്ള ആ ഒരു വാറുമൊക്കെയാണ് ഇപ്പോൾ ഒരു അനിശ്ചിതത്വത്തിലേക്ക് നീങ്ങുന്നത്. ഇപ്പോൾ ഈ നമ്മുടെ മാർക്കറ്റുകളെല്ലാം തന്നെ ഉയരാൻ തുടങ്ങിയപ്പോൾ ഗോൾഡ് കഴിഞ്ഞ വെള്ളിയാഴ്ച ഏകദേശം $50 ഇടിഞ്ഞിട്ടുണ്ട്. $50 ഇടിഞ്ഞ് പിന്നീട് $30 നെഗറ്റീവിലാണ് ഡേ ഹൈയിൽ നിന്നും ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ പറഞ്ഞ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇത് 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലാണ് നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. ഇവിടെയാണ്, അതായത് നമ്മുടെ സെക്കൻഡ് റെസിസ്റ്റൻസ് 1 അവർ ടൈം ഫ്രെയിമിലെ റെസിസ്റ്റൻസ് ആയ 23,140 ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഓപ്പൺ ചെയ്തത് കൊണ്ട് തന്നെ ഇതിനെ ഒരു സപ്പോർട്ടാക്കി വെച്ചിട്ട് ബൈ ചെയ്യാം, ട്രേഡ് എടുക്കാമായിരുന്നു. പക്ഷേ എത്ര പേര് അത് ചെയ്തിട്ടുണ്ടാവും എന്നുള്ള അറിയില്ല. മാർക്കറ്റിനെ കുറിച്ച് കൂടുതൽ അറിയുന്നവർ അത് ചെയ്തിട്ടുണ്ടാവും. ഏതായിരുന്നാലും നമ്മുടെ ലെവലുകൾ പ്രകാരം ഈ റെസിസ്റ്റൻസിന് മുകളിലാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നിഫ്റ്റി ആക്റ്റീവ് അല്ല. അതേപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ 50,150 നമുക്ക് ഫസ്റ്റ് റെസിസ്റ്റൻസ്. നമുക്ക് ഇവിടെ ഈ ഒരു സെക്കൻഡ് ക്യാൻഡിൽ 15 മിനിറ്റ്സിൻ്റെ സെക്കൻഡ് ക്യാൻഡിൽ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇവിടെ നിന്ന് പണി തുടങ്ങുകയായിരുന്നെങ്കിൽ ഇനി ഇവിടെയാണല്ലോ ഒരു കൺസോൾട്ടേഷൻ ആയിരിക്കുന്നത്. ഈ കൺസോൾട്ടേഷൻ ഭാഗം വരെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ 340 പോയിൻറ്റിൻ്റെ റാലി നടത്തിയിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റിയിൽ നമ്മുടെ ലെവലുകൾ ആക്റ്റീവാണ്. ഇനി സെൻസെക്സിലേക്ക് വരികയാണെങ്കിൽ സെൻസെക്സിലും നോക്കൂ 76,460 നമ്മുടെ 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൻ്റെ റെസിസ്റ്റൻസ്. നമുക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് ഇവിടെയാണ്. ഇവിടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ബാങ്ക് നിഫ്റ്റിയെ പോലെ തന്നെ സെക്കൻഡ് ക്യാൻഡിലാണ് ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷമുള്ള 2 ക്യാൻഡിലുകൾ റെഡ് ഫോമായെങ്കിലും പിന്നീട് വന്ന ഗ്രീനിൽ ഇതിന് മുകളിൽ തന്നെ നമ്മൾ വാച്ച് ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു കൺസോൾട്ടേഷൻ വരെ 430 പോയിൻ്റ് അതിലും റാലി നടത്തിയിട്ടുണ്ട്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലും സെൻസെക്സിലും നമ്മുടെ ലെവലുകൾ ആക്റ്റീവാണ്. എന്നാൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഗ്യാപ്പ് അപ്പ്, ഒരു ഹ്യൂജ് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആയതുകൊണ്ട് തന്നെ അത് ആക്റ്റീവായിട്ടില്ല. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നാളത്തേക്കുള്ള സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകളൊന്ന് നോക്കാം. നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ട് ഇത്ര അടുത്താണ് 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ വെക്കുന്നത്. കാരണം ഇവിടെ വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു വിഷയം, നമുക്ക് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണാണ് സംഭവിക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ രൂപത്തിലുള്ള പ്രയാസങ്ങൾ നേരിടും. അതുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് റെസിസ്റ്റൻസ് 77,390 നിങ്ങൾക്ക് അതും വാച്ച് ചെയ്യാം. അതേസമയം നാളെ ഒരു ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ പറയാൻ പറ്റില്ല, മാർക്കറ്റല്ലേ.
അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് 77,070 എന്നുള്ള ലെവലും വാച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് ആ ഒരു 2 ലെവലുകൾ വാച്ച് ചെയ്യാം. ഇനി സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് സപ്പോർട്ട് 76,620 അതേപോലെ സെക്കൻഡ് സപ്പോർട്ട് 76,040. അപ്പോൾ സെൻസെക്സിൽ നമുക്ക് ഇങ്ങനെ വാച്ച് ചെയ്യാവുന്നതാണ്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ നമ്മൾ നിഫ്റ്റി സെൻസെക്സിൽ പറഞ്ഞ പോലെ തന്നെ ഒരു ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് നമുക്ക് 50,680 വാച്ച് ചെയ്യാം. അതിന് മുകളിൽ 51,090 എന്നുള്ള ലെവലും നിഫ്റ്റിയിൽ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. അതേസമയം ഫസ്റ്റ് സപ്പോർട്ടായിട്ട് 50,270. ഓക്കെ, ഫസ്റ്റ് സപ്പോർട്ട് 50,270 ആകുമ്പോൾ സെക്കൻഡ് സപ്പോർട്ടായിട്ട് 49,890 നിങ്ങൾക്ക് ഈ ലെവല് ബാങ്ക് നിഫ്റ്റിയിലും വാച്ച് ചെയ്യാവുന്നതാണ്. നിഫ്റ്റിയിലേക്ക് വരുമ്പോഴും ഇതേപോലെ നമുക്കൊരു ഇമ്മീഡിയറ്റ് സപ്പോർട്ട് 23,410. ഓക്കെ, 23,410 ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് റെസിസ്റ്റൻസ് കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് റെസിസ്റ്റൻസായിട്ട് ഈ ഒരു സ്വിങ് നോക്കാവുന്നതാണ്. 23,545 ഇതാണ് റെസിസ്റ്റൻസുകൾ. ഇനി സപ്പോർട്ടിലേക്ക് വരുമ്പോൾ ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ട് നമുക്ക് ഇത് വാച്ച് ചെയ്യാം. 23,240. സെക്കൻഡ് സപ്പോർട്ട് നമുക്ക് 23,120. ഓക്കെ, അപ്പോൾ നിഫ്റ്റിയിൽ ഇങ്ങനെയും വാച്ച് ചെയ്യാം. ഈ 3 ഇൻഡെക്സുകളും നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ആഡ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ലൈനുകൾ, അതായത് നമ്മുടെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലൈനുകൾ നിങ്ങൾ എഴുതി വയ്ക്കുകയോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുകയോ ചെയ്യുക. നാളെ ഇത് ബ്രേക്ക് ഔട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ റെസ്പെക്റ്റ് ചെയ്ത്, അതായത് ഈ റെസിസ്റ്റൻസ് ലെവലുകളിലൊക്കെ മുട്ടി താഴേക്ക് വരുന്നുണ്ടോ എന്നുള്ളതൊക്കെ നോക്കി നിങ്ങൾ പഠിക്കുക. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.